ഗഹനമായ ആശയങ്ങൾ വായനക്കാർക്ക് പകർന്നു കൊടുത്ത എഴുത്തുകാരനാണ് ബഷീർ. സാഹിത്യത്തിലൂടെ ജീവിത സങ്കല്പങ്ങൾ തന്നെ മാറ്റിയെഴുതാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ബഷീറിന്റെ പൂവമ്പഴം എന്ന കഥ നോക്കൂ. അബ്ദുൽ ഖാദർ സാഹിബും ജമീല ബീവിയും കല്യാണം കഴിഞ്ഞിട്ട് അധികമായില്ല. അബ്ദുൽ ഖാദർ ജമീലയെ തലയെ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അവളുടെ ഏതാഗ്രഹവും ഉടനെ സാധിപ്പിച്ചു കൊടുക്കും. പൊന്നേ തങ്കമേ എന്ന മട്ട്. ഇന്ന് ജമീല ബീവിക്ക് ആഗ്രഹം പൂവമ്പഴം തിന്നാനാണ്. ഒരു പൂതി പൂവമ്പഴം തിന്നാനെ കൊണ്ട്. അതിനെന്താ കൊണ്ടുവരാം. ഓ നല്ല മഴക്കോളുണ്ട്. വെട്ടി പെയ്യൂന്ന് തോന്നുന്നു. ഞാൻ പോയി വരാം. അതുവരെ ഇച്ചിവിടെ ഒറ്റയ്ക്കിരിക്കോ? അയ്യോ പേടിയായി. വാതിലൊക്കെ പൂട്ടി കുത്തിരുന്നോ? ഞാൻ വേഗം വരാം. അങ്ങോട്ട് പോവാൻ പേടിയായി. നല്ല കാറ്റും മഴയും പുഴയില് വെള്ളമെല്ലാം കയറി പിടിയെല്ലാം അടച്ച് പൂവമ്പഴോ കിട്ടിയില്ല. എനിക്കിപ്പ വേണം പൂവമ്പഴം. ദാ കൊണ്ടത്തിണ്ട് നല്ല ഓറഞ്ച്. എനിക്ക് ഓറഞ്ച് ഇഷ്ടല്ല, എനിക്ക് പൂവമ്പഴം വേണം. അപ്പൊ ഓറഞ്ച് ഇഷ്ടല്ല? ഈ മഴത്ത് ചുറ്റി കോഴി നീട്ടി കാണിച്ച് കൊണ്ട് നോക്കോ. അപ്പൊ പൂവമ്പഴം വേണല്ലേ? എവിടെ എവിടെ പണി? അയ്യോ എന്താ പറയ്? ഓറഞ്ച്. അല്ല പൂവമ്പഴം എനിക്ക് എടുക്കാൻ കൊണ്ടുവന്ന പൂവമ്പഴം പറയ്. ഓറഞ്ച്. അല്ല പൂവമ്പഴം. 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 ആ പൂവമ്പഴം. നല്ല പെണ്ണ്. പൂവമ്പഴത്തിന് പൂവമ്പഴത്തിന് നല്ല സ്വാദ്. അങ്ങനെ കൊണ്ടൂലേ? നിനക്കോ? അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ചിരിച്ചും കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും അബ്ദുൽ ഖാദറിനും ജമീലയ്ക്കും കുട്ടികളും കുട്ടികൾക്ക് കുട്ടികളുമായി തലമുറകൾ ഓറഞ്ച് കഥ കേട്ട് വളർന്നു. കുട്ടിന് വേറെ ഉണ്ടോ ജമീല? കൊഴപ്പല്ലേ കാക്ക. ആശുവിന്റെ മക്കളെന്നെ കണ്ടിട്ട് എത്ര ആയി കാക്ക? അത് ശരിയാ. ഇത് പൂവമ്പഴല്ലേ? ഇക്കാക്ക അന്ന് കൊണ്ടു തന്ന പോലത്തെ പൂവമ്പഴം. ഞാനും നീയും ചേർന്ന്, നിങ്ങളും ഞങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല, നമ്മൾ എന്ന വലിയ സുന്ദരമായ ഒന്നാവുകയാണ് വേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലെ പുളിപ്പും ചവർപ്പും പൂവമ്പഴത്തിന്റെ മാധുര്യമാക്കി മാറ്റി തീർക്കുന്ന ബഷീർ എന്ന എഴുത്തുകാരന്റെ ഈ രചനാരാസസൂത്രം വായനക്കാരാ നിങ്ങൾ വിലയിരുത്തൂ. നന്ദി.